ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ അതിന് അങ്ങേയറ്റത്തെ വെട്ടുവെട്ടിയാണ് സെൻസർ ബോർഡ് മുന്നോട്ട് പോയത്. അവസാനം ഇതാ ഇപ്പോൾ പേര് മാറ്റി ആ സിനിമ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു. വി ജാനകി എന്ന പേര് മാറ്റേണ്ടി വരുന്നു. എന്തൊരു ഗതികേടാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്ന ഒരു ചിത്രം ഇറക്കാൻ അതിൻ്റെ പേര് കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. വല്ലാത്തൊരു അങ്കലാപ്പാണ് മനസ്സിൽ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അപ്സൈഡ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ സെൻസർ ബോർഡിൽ എല്ലാവരും RSSകാരാണ്. ഭാഗ്യലക്ഷ്മി നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഒരു 6 വർഷത്തോളം ഭാഗ്യലക്ഷ്മി അതിലുണ്ടായിരുന്നു. അവരെയും കൂടി മാറ്റി ഇപ്പോൾ പൂർണ്ണമായും RSSൻ്റെ കൺട്രോളിലുള്ള ഏതൊക്കെയോ ആളുകൾ, യാതൊരു തരത്തിലും ഈ കലയോ സംസ്കാരമോ സിനിമയോ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ സെൻസർ ബോർഡിൽ തന്നെ അവർ സിനിമയൊന്നും കറക്റ്റായിട്ട് കാണുന്നുമില്ല. ഇത് ജാനകി എന്ന് പറയുന്നത്, അവർ പറയുന്നത് ജാനകി എന്ന് പറയുന്നത് സീതയുടെ ഒരു പര്യായമാണെന്നുള്ളതാണ്. സീതയുടെ പര്യായമായിട്ടുള്ള മറ്റ് വാക്കുകളൊക്കെ ഉണ്ട്. സീത തന്നെ എന്തോരം ആൾക്കാർക്ക് പേരുണ്ട്. സീത തന്നെ എത്രയോ സീതകൾ ടോർച്ചറിങ്ങിന് വിധേയമായിട്ടുള്ള വിക്ടിമായിട്ട് ഉണ്ടാവും ഈ സൊസൈറ്റിയിൽ. ജാനകിയും രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥിരമായിട്ടുള്ള പേരുകളാണ്. അത് വെച്ചിട്ട് ഒരു സിനിമയിൽ യാദൃശ്ചികമായിട്ട് ആ പേര് വന്നു എന്ന് പറഞ്ഞ് ആ സിനിമയുടെ ടൈറ്റിലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന നിലയിലേക്ക് വന്നതിന് ശേഷം അതിന് ജാനകി എന്ന് പറയുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് സെൻസർ ബോർഡ് ഒരു തീരുമാനമെടുത്ത സിനിമ ഇൻഡസ്ട്രിയാണ്. കാരണം ഒരു സിനിമ പുറത്തിറക്കാൻ തീരുമാനിച്ച് 1 മണിക്കൂർ വൈകുന്നത് പോലും സിനിമ പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ദിവസങ്ങളോളം അതിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ച് എല്ലാ സിനിമ തിയേറ്ററുകളും ബുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സെൻസർ ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഇത് വൈകുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള കോടികളുടെ നഷ്ടം ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുകയാണ്. കാരണം സിനിമയിലെ കണ്ടന്റുമായിട്ട് യാതൊരു ബന്ധവും ആ പേരുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ആരും സിനിമ കണ്ടിട്ടില്ല, റിലീസായിട്ടില്ലല്ലോ. അപ്പോൾ ഇത് അപ്സൈഡ് ആണെന്ന് കൃത്യമായി RSS തന്നെ ഒരു പത്രപ്രസ്താവന ഇറക്കി. ഇത്തരത്തിൽ സെൻസർ ബോർഡിൻ്റെ നിലപാട് ശരിയല്ല എന്ന്. RSSൻ്റെ ആളുകളാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. എന്നിട്ട് RSS പറഞ്ഞു ഇത്തരം നിലപാടുകൾ ഈ സെൻസർ ബോർഡിന് ശരിയല്ല. അപ്പൊ ഇനി BJPയുടെ നോമിനികളല്ലേ വരുന്നത്? BJP എന്ന് വെച്ചാൽ RSS തന്നെയല്ലേ? അങ്ങനെയല്ല, അത് നമ്മൾ വെള്ളം ചേർക്കൊന്നും വേണ്ട. RSS തന്നെയാണ് BJP എന്ന് പറയുന്നത്. കുറച്ചുകൂടി ലിബറലായിട്ടൊക്കെ നിൽക്കും എന്ന് മാത്രമുള്ളൂ. പക്ഷെ RSS ഈ കാര്യത്തിൽ RSSൻ്റെ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പേരിന്റെ പേരിൽ ഈ സിനിമയ്ക്ക് അനുമതി നിഷേധിച്ച നിലപാട് ശരിയല്ല എന്ന് അയാൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സെൻസർ ബോർഡിനെ സംബന്ധിച്ച് ഇത് തിരുത്തേണ്ടതെന്ന് കോടതി തന്നെ ചോദിച്ചു. ഇതെന്ത് ജാനകി എന്നൊക്കെ പാട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സിനിമ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ ജാനകിയുടെ പേരിൽ ഇത് വെച്ചിട്ട്. അപ്പൊ എന്തായാലും കോടതി ഇതിൽ ഒരു കൃത്യമായി സിനിമയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് തോന്നി. പക്ഷെ സെൻസർ ബോർഡ് അപ്പോൾ ഒരു നിർദ്ദേശം വെച്ചത് ഒരു കോംപ്രമൈസിലേക്ക് എത്തി. രണ്ടുപേരുടെയും അഭിമാനം സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതുകൊണ്ട് എന്താ വ്യത്യാസം നമുക്കറിയില്ല. അവർ പറഞ്ഞ ആശയം അല്ലെങ്കിൽ അവർ പറഞ്ഞ അബ്സേഡിറ്റിയിൽ ഈ ജാനകി വി ആക്കിയപ്പോൾ സീത ജാനകി വി അല്ല എന്നുള്ള അഭിപ്രായം ഈ പറഞ്ഞ RSSൻ്റെ നോമിനികൾക്ക് അല്ലെങ്കിൽ നോമിനികൾക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരത്തെ പ്രിയൻ പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഏത് സിനിമ എടുക്കാൻ പറ്റും? ഇപ്പോൾ വേറൊരു സംവിധാനം, പല സംവിധായകരുടെയും ഇതുപോലെ ആ സിനിമകളിൽ വരുന്ന ചില വേർഡുകൾ, ചില പേരുകൾ സിനിമ കാണാതെയാണ് അവർ ആ വേർഡുണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന നിലയിലേക്ക് പറയുകയാണ് പല സംവിധായകരും അതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം അവരുടെ ഒരു ആശയത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആ ഒരു ആശയത്തിന് പറ്റിയ ഒരു പേര് അവർ കണ്ടുപിടിച്ച് അതാണല്ലോ അവർ ചെയ്യുന്നത്. ആ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വേറൊരാൾ കമ്പൽ ചെയ്യുന്നത് തികച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് സമരം ചെയ്തു എന്ന് പറയുന്ന ഈ ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്നും യഥാർത്ഥത്തിൽ എമ്പുരാനിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞിരുന്നു. അത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എമ്പുരാനിൽ ആ രാഷ്ട്രീയം പറഞ്ഞിരുന്നത്. പക്ഷേ എമ്പുരാനിൽ ഈ സെൻസർ ബോർഡ് സത്യത്തിൽ ആദ്യം ഇത് പ്രദർശന അനുമതി നൽകുകയും ചെയ്തതാണ്. അവരതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ കണ്ട BJPക്കാർ ഇതിനെക്കുറിച്ച് ബഹളം ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് സെൻസർ ബോർഡ് പിന്നെ ഇടപെട്ട് അവിടെയും എന്ത് ചെയ്തു, ഈ പ്രൊഡ്യൂസേഴ്സ് കോംപ്രമൈസ് ചെയ്തു.
കാരണം എന്താ, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ആ സിനിമ എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കണം. കാരണം എത്ര കോടികളാണല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടക്കുന്നത്. കാരണം ഇതുപോലത്തെ കമേഴ്ഷ്യൽ സിനിമകൾ പ്രത്യേകിച്ച്, ഇതുപോലെ നടന്മാരെ വെച്ചിട്ട് ചെയ്യുന്ന കമേഴ്ഷ്യൽ സിനിമകൾ പ്രത്യേകിച്ച്, അപ്പോൾ അതിൽ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തതിന് ശേഷം പിന്നെ ഇടയിൽ കയറി വെട്ടാൻ പറയുക എന്ന് പറയുന്നതൊക്കെ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ്. ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ യാതൊരു തരത്തിലുള്ള കഴിവില്ലാത്തവരെ എന്ന നിലയിൽ തന്നെ സമൂഹം വിലയിരുത്തുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. തങ്ങളുടെ ഒരു ആശയത്തിനെ മാത്രം കണ്ണടച്ച് ഇങ്ങനെ ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയും അതേസമയം ഈ ലോകത്ത് തനിക്ക് ചുറ്റും ഒന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് കാണുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ. ആ സിനിമ പോലും കണ്ടിട്ടില്ല എന്ന മര്യാദയ്ക്കെന്ന് പറയുന്നത്. അതിൻ്റെ സിനോപ്സിസ് നോക്കി, അതിൻ്റെ പേര് മാത്രം നോക്കി ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. രാമൻ എന്ന് പറഞ്ഞ് ഇനി സിനിമ പിടിക്കാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുന്നൊരു അവസ്ഥയുണ്ടോ? രാമൻ്റെ പര്യായങ്ങൾ എന്താണെന്ന് ആദ്യം പറയണം. കാരണം സീതയുടെ പര്യായമാണല്ലോ, സീത തന്നെ ഒരു വിക്റ്റിമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? ഇല്ല, അടിയന്തരാവസ്ഥക്കാരന് പത്രപ്രവർത്തകർക്ക് എഴുതുന്നതിലൊക്കെ ചില ഒരുപാട് റിലീജിയസ് കാര്യങ്ങളല്ല, ഒരു പേരോ ഒരു സിനിമയോ. അടിയന്തരാവസ്ഥയിലാണല്ലോ രാജൻ കൊല ചെയ്യപ്പെടുന്നത്. രാജൻ ഈ പാട്ടുപാടിയതാണല്ലോ, പാട്ടുപാടിയതിൻ്റെ ഭാഗമായിട്ട് ആ പാട്ട് ഈ ഭരണാധികാരികൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് തുറങ്കലിലടയ്ക്കണതും കൊല ചെയ്യപ്പെടുന്നതും. അപ്പോൾ അവിടെയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്, ഒരു പാട്ട് പാടാൻ ഒരാൾക്ക് റൈറ്റ് ഇല്ലേ? അതും നിലവിൽ ഒരാൾ പാടിക്കുന്ന പാട്ട് ഒരു സ്കൂൾ കലോത്സവത്തിനോ അല്ലെങ്കിൽ കോളേജ് കലോത്സവത്തിനോ പാടാനുള്ള റൈറ്റ് ഇല്ലേ? അപ്പോൾ അത് പക്ഷേ തന്നെയാണോ എന്ന് ചിന്തിച്ചിരുന്നിട്ടാണ് ആ വിഷയങ്ങൾ അന്നുണ്ടായത്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെയൊക്കെ വലിയ രീതിയിൽ അടിയന്തരാവസ്ഥയിലും ഇത് ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥയേക്കാൾ മോശമായിട്ടുള്ള കാര്യം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വല്ല പരിപാടിയൊക്കെ വെച്ചതിന് ശേഷം അടിയന്തരാവസ്ഥയേക്കാൾ മോശമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് സെൻസർ ബോർഡിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ളതാണ്. നോമിനേഷനിലൂടെ തിരഞ്ഞെടുത്ത് പൂർണ്ണമായ രാഷ്ട്രീയവൽക്കരിച്ചു. അതിൽ വ്യത്യസ്ത ആൾക്കാരില്ല എന്ന് മാത്രമല്ല, വ്യത്യസ്ത തലത്തിലുള്ള ആൾക്കാരില്ല എന്ന് മാത്രമല്ല, ഈ സിനിമയും കലയുമായി ബന്ധപ്പെട്ട ഒരാളും ആ സെൻസർ ബോർഡിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമെന്ന്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തിരിച്ചടിയാണ്. ഇവരെന്ത് മണ്ടന്മാരാണെന്നാണ് കേരളം ചർച്ച ചെയ്തത്, അല്ലെങ്കിൽ രാജ്യം ചർച്ച ചെയ്ത് എന്ത് മണ്ടത്തരമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലേ സംസാരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.